എന്ന 12 വയസ്സുകാരൻ. അവൻ്റെ സ്കൂളിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ഭയങ്കര കൈൻഡായിട്ടുള്ള പൊലൈറ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. ആരെന്ത് സഹായം ചോദിച്ചാലും അവനത് ചെയ്തു കൊടുക്കും. ബാക്കിയുള്ളവരുടെ ഹോംവർക്ക് അവന് കംപ്ലീറ്റ് ചെയ്യും. വേറെ ആർക്കോ കേൾക്കേണ്ട ചീത്ത അവനൊറ്റയ്ക്ക് കേൾക്കും. ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ പൈസ സ്പെൻഡ് ചെയ്യും. ഇങ്ങനെ നടന്നിരുന്ന ഒരു കുട്ടി. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ആൾക്കാർ അവനെ സമീപിച്ചു തുടങ്ങി. ആദ്യ സമയത്ത് നീ അത് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച ആൾക്കാർ ഇവനത് ചെയ്തോളും, നീ അത് ചെയ്യില്ലേ, ഈ ഒരു ടോണിൽ വരെ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. റിജക്റ്റ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും വിഷമാവോ എന്ന് കരുതി അവനതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഇത് കുറച്ചധികമായപ്പോൾ അവനക്ക് അവൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി. അവൻ്റെ ഹോംവർക്ക് പെൻഡിങ് ആയി വന്നു. അവനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവനക്ക് സമയം കിട്ടാതായി. ടോട്ടലി അവൻ ടയേർഡായി. ഒരു ദിവസം അവൻ ഇതെല്ലാം പോയിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, ഒരാളെ സഹായിക്കാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്, പക്ഷേ നിന്റെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് നിന്നെ കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിക്കുന്നത് ഒരിക്കലും സഹായമല്ല, അത് നിന്നെ യൂസ് ചെയ്യലാണ്, അതിന് നീ നിന്നു കൊടുക്കരുതെന്നും പറഞ്ഞു. ഒരു യഥാർത്ഥ സുഹൃത്താണ് നിന്റെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നീ റിജക്റ്റ് ചെയ്താലും അവർക്കത് മനസ്സിലാവും എന്നും അമ്മ പറഞ്ഞു. അമ്മയുടെ മോട്ടിവേഷനൊക്കെ കേട്ട് അവൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. പതിവ് പോലെ സഹായം ചോദിച്ചു വന്ന കുട്ടിയെ അവൻ റിജക്റ്റ് ചെയ്തു. ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം അവൻക്ക് ഫീൽ ചെയ്തെങ്കിലും ആ റിജക്ഷൻ കാരണം അവൻ ലാഭിച്ച ഒരുപാട് സമയമാണ്. നമ്മുടെ ലൈഫിൽ ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. റിജക്റ്റ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും വിഷമാവോ സങ്കടമാവോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സഹായിക്കാം, പക്ഷെ അതൊരിക്കലും നമ്മളെ മറന്നിട്ടാവരുത്. സോ ലേൺ ടു സേ നോ and help wisely. A real friend will understand.